ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് ആനിയ. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലായിടയ്ക്കും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ട് ഇതാ ഞാനിങ്ങനെ ഗാർഡനിലോട്ടേക്ക് ഇറങ്ങിയതാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ഗാർഡൻ എടുക്കാമെന്നുള്ളത്. സോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് എൻ്റെ ഒരു ഹോൾ ഡേ എങ്ങനെയാണ് ഞാൻ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യൂഷ്വലി ഞാൻ മോർണിംഗിലാണ് ഗാർഡനിലോട്ടേക്ക് ഇറങ്ങാറ്. മോർണിംഗിൽ ചെറിയ ആ ഒരു സൺലൈറ്റും എന്താ പറയണ്ടേ, ഇപ്പം മഴയാണ് ബട്ട് സ്റ്റിൽ ചെറിയൊരു സൺലൈറ്റ് കണ്ടില്ല, എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ സൺലൈറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. എൻ്റെ പ്ലാന്റ്സ് കാണുന്ന ചിലവരൊക്കെ പറയലുണ്ട് ഇതെങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഇത്ര ഫ്രഷ് ആയി നിൽക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ ലീവ്സൊക്കെ വരുമ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൂ വന്ന് കൊഴിയാറായ റോസൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഒരു മോണിറ്ററിങ്ങിലായിരിക്കണം നമ്മളെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും പ്ലാന്റ്സിന് ഒരു അസുഖങ്ങളൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഇലേൻ്റെ അടികളിലായിരിക്കും ചിലപ്പം അതിനോരോ അസുഖങ്ങൾ വരിക. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ, കലാത്തിയയുടെ ഡ്രൈ ലീവ്സ് റിമൂവ് ചെയ്യുന്നതാണ്. അതിപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ അതിനൊരു കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ അടിയിൽ ഫുൾ ഓഫ് ഡ്രൈ ലീവ്സ് ആയിരുന്നേ. ഇതെൻ്റെ ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം കുറച്ച് നാളായി ഞാൻ നട്ടിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 6 മന്ത്സിന് മേലെയായി. അപ്പോൾ ഇത് കുറച്ചൊരു വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്ലാന്റിൻ്റെ തൈ എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ ഡേ ഇൻ മൈ ഗാർഡനിൽ ഒരു പ്രൊപ്പഗേഷൻ എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു ചെടി ഞാൻ എടുത്തിട്ട് ഞാനൊന്ന് നട്ടു കൊടുക്കും. അതെന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒരു മദർ പ്ലാന്റ് നശിച്ചു പോയാലും നമുക്ക് ആ ഒരു ബേബി പ്ലാന്റ് ഉണ്ടാവുന്ന ഒരു ഹോപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്കതൊന്ന് നശിക്കാറായി ഏതെങ്കിലും ഒരു പ്ലാന്റ് തോന്നിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് അതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കും. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് ഒന്നും കയ്യിൽ നിന്ന് പോകില്ല. എപ്പോഴും നമ്മളെ കയ്യിൽ എല്ലാ പ്ലാന്റ്സും ഉണ്ടാവും. അപ്പോൾ ഞാൻ ബിഗോണിയ പ്ലാന്റ് നല്ല രീതിയിൽ ഒരു പോട്ടി മിക്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോട്ടി മിക്സ് ആസ് യൂഷ്വൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സാധാ ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഡയറക്റ്റ് മഴയത്താണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഇത് മഴയത്ത് വേഗം പൊട്ടി വരും അതിൻ്റെ വേരൊക്കെ. പക്ഷേ എങ്കിൽ കണ്ടിന്യൂസ് മഴയത്ത് വെക്കരുത്. ജസ്റ്റ് അതൊന്ന് ഉഷാറായിന്ന് കണ്ടാൽ അപ്പോൾ തന്നെ നമ്മൾ മാറ്റി വെക്കണം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊപ്പഗേഷൻ ഏരിയ ആണ്. ഞാനിങ്ങനെ നട്ട് വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തതായിരുന്നു ഈ ഒരു കലാത്തിയ പ്ലാന്റ്. ഇത് ഞാൻ നശിച്ചു പോയി എന്ന് വിചാരിച്ചൊരു പ്ലാന്റ് ആയിരുന്നേ. പക്ഷേ ഞാൻ അവിടെ വെച്ചപ്പോൾ നല്ല മഴ കിട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ഇലകളൊക്കെ വന്നു. പിന്നെ എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഓർമ്മയില്ലേ ഞാനന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തത്, നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് നമ്മളെ റംബൂട്ടാൻ്റെ തൈകൾ. എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് ഞാൻ വെറുതെ അതിൻ്റെ കുരു ഇങ്ങനെ വെച്ചിട്ട് പാകി നോക്കിയതാണ്. ലൈക്ക് ജസ്റ്റ് മണ്ണിട്ടിട്ട് സെറ്റാക്കിയതായിരുന്നേ. നോക്കുമ്പോൾ എനിക്ക് 4 തൈകൾ കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ മഴയത്ത് വെച്ചു, കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെൻ്റെ ഗാർഡൻ്റെ ഒരു സൈഡിലത്തെ ഒരു ഏരിയ ആണ്, ഫ്രണ്ട് ഏരിയ അല്ല. അപ്പോൾ ആ ഏരിയയിൽ തന്നെ ഞാൻ കുറച്ച് ക്രോട്ടൺ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഞാൻ ഈ ഒരു വള്ളിച്ചെടിയും കൂടി വളർത്തി കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഇതിൻ്റെ പേര് സ്റ്റാർ പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ റൂബി പ്ലാന്റ്, ഇതിൻ്റെയും പ്രൊപ്പഗേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റൂബി പ്ലാന്റ്സ് ഇപ്പം നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൂടെ ഇങ്ങനെ ജസ്റ്റ് നടക്കും കേട്ടോ രാവിലെ തന്നെ. പിന്നെ ഇത് നമ്മൾ അലോക്കേഷ്യ വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം എന്തൊക്കെയോ ഇങ്ങനെ പുല്ലുകൾ വന്നിട്ടുണ്ട്. മഴയത്ത് ഈ പുല്ല് പറിക്കേണ്ട സമയം മാത്രമേ ഉണ്ടാവൂ നമ്മൾ ഗാർഡനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇതുണ്ടല്ലോ ഒരു ബിഗ് സൈസ് റോസാണ്. വലിയ പൂവാണ് ഇതിനുണ്ടാവുക. ഒരു ഡാർക്ക് പിങ്ക് കളറാണ്, നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പൂ പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നല്ലോണം ഒരു വലിയ സ്റ്റെമ്മ് മുറിച്ചിട്ട് ഞാൻ അതും ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞാൻ പറഞ്ഞില്ലേ, ഡേ ഇൻ മൈ ഗാർഡനിൽ എന്തായാലും ഒരു ദിവസം ഞാൻ 1-2 ചെടി എന്തായാലും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് 1 പ്ലാന്റെങ്കിലും ഞാൻ എന്തായാലും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെൻ്റെ ഒരു റുട്ടീനിൽ വരുന്നതാണേ. പിന്നെ ഞാനിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാ ചെടിക്കൊന്നും ഞാൻ വെള്ളം നനയ്ക്കലില്ല. ബട്ട് സ്റ്റിൽ 2 to 3 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ ഈ സൺഷെയ്ഡിൻ്റെ ഉള്ളിൽ വെച്ച ചെടികൾക്ക് ഞാൻ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കും. കാരണം അതിൻ്റെ റൂട്ടിലൊന്നും അങ്ങനെ വെള്ളം തട്ടുന്നില്ലല്ലോ, ജസ്റ്റ് മഴച്ചാറ്റിൽ മാത്രം തട്ടിയിട്ടാണ് അതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നനക്കാമെന്ന് വിചാരിച്ചു.
ഗാർഡനിൽ കുറച്ചുകൂടെ പണി എക്സ്ട്രാ ആയിരിക്കുമേ. കണ്ടില്ലേ, എൻ്റെ കലീഡിയം വെറൈറ്റിപ്പെട്ടൊരു പ്ലാന്റിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഞാൻ കളഞ്ഞു. പിന്നെ ഒരു റിയോ പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ചട്ടി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ട്, വീട്ടിലൊരാൾ വന്നപ്പോൾ അതിൻ്റെ ഒരു തൈ തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഏരിയ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ടുള്ളത്, മണ്ണ് മാത്രമായിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ചട്ടിയിൽ ബുഷിയായിട്ട് കാണാനാണ് ഇഷ്ടം. അപ്പം ഞാൻ അവിടെ ഒന്ന് മാറ്റിയിട്ട് അവിടെ തന്നെ നട്ടു കൊടുത്തേ. പിന്നെ ഈ മഴക്കാലത്ത് ഞാൻ ഏറ്റവും കഷ്ടപ്പെടുന്ന സംഭവമാണ് ഈ സിമെൻറ്റിലൂടെ നടക്കുന്നത്. കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഇവിടെ നല്ല വഴുക്കാണ്. ഈ സിമെൻറ്റിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ മര്യാദയ്ക്ക് നോക്കി കണ്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിലത്തെത്തും. ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം വീണിട്ടുണ്ട്. വീണ് പ്രാക്ടീസാണ് എനിക്ക്. ബട്ട് സ്റ്റിൽ ദൈവം സഹായിച്ച് ഈ ഒരു ഇയറിൽ ഞാൻ ഇതുവരെ വീണിട്ടില്ല. ഈ ഒരു മഴക്കാലത്ത് എന്തായാലും ഞാൻ വഴുതി വീഴലുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഒരു പ്രിക്കോഷൻ പോലെ ഞാനൊരു മാറ്റ് ഇടാമെന്ന് വിചാരിച്ചേ. ഇത് വീട്ടിൽ പഴയൊരു മാറ്റായിരുന്നേ, ഇട്ട് നമ്മൾ മോശമാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ ലെങ്ത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. ശരിക്കും മഴക്കാലമായാൽ എൻ്റെ വീടിൻ്റെ മുറ്റം ഫുള്ള് ഇങ്ങനത്തെ മാറ്റായിരിക്കും. കാരണം ആ മാറ്റിലൂടെ മാത്രമേ നമുക്ക് നടക്കാനും പറ്റുള്ളൂ മഴ പെയ്യുമ്പോൾ. കാരണം ഫുൾ ഓഫ് വഴുക്കലായിരിക്കും ഈ സിമെൻറ്റ്. അപ്പോൾ ഈ OCD പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ മാറ്റ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു വിങ്ങലാണ്. എനിക്ക് അറിയില്ല അതെന്താന്ന്. അപ്പോൾ ഞാനത് ഈ ഒരു മഴ മാറി കുറച്ച് കാലാവസ്ഥ തെളിഞ്ഞ് വരുമ്പോൾ ഞാൻ ഈ ഒരു പണിയാണ് എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. അതെല്ലാം ഒന്ന് കറക്റ്റ് ഓർഡറിൽ ആക്കി വെക്കും. അത് ഈ വണ്ടി വരുന്ന ടൈം അത് നീങ്ങിപ്പോകുന്നതാണേ. ശരിക്കും ഉണ്ടല്ലോ, ഈ മഴക്കാലത്ത് അടിച്ചു വരയാൻ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല. കാരണം ചില ചപ്പുകളൊക്കെ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാനൊരു ഡെയിലി ബേസിസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കും, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന്. പക്ഷേ മിക്ക ദിവസങ്ങളിലും മഴയായിരിക്കും. ഇന്നെന്തോ കുറച്ചൊരു തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഗൈസ്? ഞാൻ കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ റീസെൻ്റായിട്ട ഒരു ഗാർഡൻ മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട വീഡിയോ ആണ്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീട്ടിലെല്ലാം സിമ്പിളായിട്ട് ഈ ബേബി മെറ്റൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇതുവരെ അതിന് വലിയൊരു പ്രശ്നം പറ്റിയിട്ടില്ല. അതിൻ്റെ ചുറ്റും നന്നായിട്ട് നമ്മൾ മെഷീൻ വെച്ച് വഴക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാടൊന്നുമില്ല, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ളത്. ചെറിയ പച്ചപ്പേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമാണ്. ചെറിയ പച്ചപ്പ്, ഇങ്ങനെ കാട് പോലെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാണ്ടുള്ളൂ. എനിക്കുണ്ടല്ലോ ഗാർഡനിൽ ഒരു ഏരിയ മാത്രമല്ല, ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് അടിച്ചു വാരാനായാലും ക്ലീനിങ് ആയാലും എല്ലാം. അപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്തേ നോക്കുന്നതെന്നറിയാം, അവിടുന്ന് ചെറുതായി ഒന്ന് വഴുതിയതാണ്, പേടിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്ലീനിങ്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ ഓർക്കിഡാണ് വെച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഓർക്കിഡാണ്. എൻ്റെ കയ്യിൽ 2-3 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ബോർഡർ പോലെ ഞാൻ അതാ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാവും. ചില ടൈം ഫ്ലവേഴ്സ് കുറച്ച് കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഇലകൾ ഇങ്ങനെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയില്ലേ ഗൈസ്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും ഇത്രയും ഏരിയ ഞാൻ ക്ലീൻ ചെയ്യലില്ല. ഇന്ന് പിന്നെ കുറച്ചും കൂടി എനിക്കൊരു എക്സ്ട്രാ ടൈം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഓർക്കിഡിൻ്റെ ഏരിയ ഞാൻ റെയറായിട്ട് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യലുള്ളൂ. അത്രക്കും എനിക്ക് തോന്നിയാൽ മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. ശരിക്കും എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, എൻ്റെ ഗാർഡൻ എന്താ പറയേണ്ടത്, മേക്ക് ഓവർ അതുപോലെ തന്നെ ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് ഇതേ അല്ല. ഇത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ആ പോട്ട് വെച്ചെടുക്കുന്ന അനക്കുന്നില്ലല്ലോ, മീൻസ് നീക്കുന്നില്ലല്ലോ. ജസ്റ്റ് അവിടെ നിന്ന് തന്നെ ഞാൻ അതിൻ്റെ പുല്ലുകൾ എക്സ്ട്രാ ഒക്കെ ഇങ്ങനെ പറിച്ച് കളയല്ലേ ചെയ്യുന്നുള്ളൂ. ബട്ട് ശരിക്കും എൻ്റെ ഗാർഡൻ മേക്ക് ഓവർ ക്ലീനിങ് എന്നെല്ലാം പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചെടികളെല്ലാം എടുത്തിട്ട് അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യാം. പക്ഷെ അതൊന്നും എന്തായാലും നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഡെയിലി ബേസിസിൽ ഞാനിങ്ങനെ ചെറിയ സംഭവങ്ങൾ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഓവർലോഡ് തോന്നില്ല കേട്ടോ. നമുക്കങ്ങനെ ഗാർഡൻ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് ടൈം കിട്ടാതെ വരുമ്പോഴാണ് ചിലപ്പോൾ എൻ്റെ നിന്ന് അങ്ങനെ കൈവിട്ട് പോയി ഓവർലോഡായി പോകുന്നത്.
അപ്പോൾ ക്ലീനിങ്ങും അതുപോലെ തന്നെ അല്ലറ ചില്ലറ പണിയെല്ലാം കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഞാൻ റിലാക്സ് ചെയ്യും. ഗാർഡനിലൂടെ ജസ്റ്റ് ഇങ്ങനെ നടക്കും. പിന്നെ എൻ്റെ ആയുധങ്ങളൊന്നും ഉണ്ടാവില്ല, ചൂല് അതുപോലെ തന്നെ കത്രികകൾ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഉണ്ടാവില്ല. ജസ്റ്റ് ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കും. ഇതുണ്ടല്ലോ ഞാൻ കുറച്ച് മുമ്പേ ക്ലീൻ ചെയ്തൊരു ഏരിയയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഇതെൻ്റെ ഗാർഡൻ്റെ വേറൊരു ഏരിയ ആണ്. അപ്പോൾ ഇതെൻ്റെ അഡീനിയം പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല പ്രായമുള്ള പ്ലാന്റ്സ് ആണിത്. അപ്പോൾ ഇതിപ്പോൾ മഴക്കാലത്തും അതിൽ അത്യാവശ്യം കുറേ മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. പിന്നെ മാത്രമല്ല ഈ മഴക്കാലത്ത് നമ്മൾ അവർക്ക് കുറച്ചുകൂടെ കെയർ കൊടുക്കണം. കാരണം ചീഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഈവൻ അത് സൺഷെയ്ഡിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കാഡക്സെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. അത് തൊട്ടുമ്പം തന്നെ നമുക്ക് നല്ല ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തിയാണ്. ഇൻ കേസ് അത് നല്ല ഇങ്ങനെ ചീഞ്ഞ പോലെ ഇങ്ങനെ അമർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിട്ട് വേഗം സെറ്റാക്കണം കേട്ടോ. കാരണം അതിൻ്റെ മണ്ണ് ഫുള്ളും മാറ്റിയിട്ട് അത് കുറച്ച് വലിയ പണിയാണ്. ഞാൻ മുമ്പെല്ലാം ചെയ്യലുണ്ട്. ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഏരിയ ഓർമ്മയുണ്ടോ, നമ്മൾ ബൊഗെയിൻവില്ല നമ്മളൊന്ന് പ്രൂൺ ചെയ്തത്? അപ്പോൾ അതിലിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ തളിർപ്പ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ നിങ്ങൾ വളങ്ങൾ ആഡ് ചെയ്ത് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സമ്മർ സീസൺ ആകുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് നമുക്ക് പൂക്കൾ കിട്ടും. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പുതിയ തളിർപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ഗാർഡൻ പോകുന്നത്. അപ്പോൾ ഇനി മോർ ഗാർഡനിങ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ആ ഷെയർ ബട്ടൺ, ലൈക്ക് ബട്ടൺ, അതുപോലെ ആ ബെൽ ബട്ടൺ, എല്ലാ ബട്ടണും അങ്ങ് ക്ലിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.